ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവചനം. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസിൽ വചനം പ്രസംഗിക്കാനായിട്ടുള്ള സാഹചര്യത്തിലായിരിക്കുന്നതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. പൗലോസ് അപ്പോസ്തലൻ ഭയത്തില്, ആകുലതയിൽ, ഉത്കണ്ഠയില്, ഭയത്തില് ആയിരുന്ന ഒരു സമയം. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വരം പൗലോസ് ശ്ലീഹായുടെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. അന്ന് പൗലോസ് ശ്ലീഹായോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ വചനം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മോടാണ് കർത്താവ് പറയുന്നത്. ഇന്ന് ജീവിതത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന മനുഷ്യർ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്താ സംഭവിക്കുക? ആരെന്നെ ഉപദ്രവിക്കുക? ആരെന്നെ ആക്രമിക്കുക? എന്താണ് ആപത്ത്, അപായങ്ങൾ വരുന്നത്? ഇങ്ങനെ ജീവിതത്തിൽ ഭയപ്പെട്ട് ആകുലചിത്തരായി ഇതാ ഇരിക്കുന്ന ഓരോ മകനോടും മകളോടും ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ വചനമൊന്ന് സ്വീകരിച്ചേ, ഈ വചനമൊന്ന് വിശ്വസിച്ചേ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിശ്വസ്തനായ കർത്താവ് നിന്നോട് പറയുന്നു, നിന്നാരും ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല, കാരണം ഞാൻ നിന്നെ സംരക്ഷിക്കും. സഹോദര സഹോദരി, കർത്താവിൻ്റെ ആത്മാവിൻ്റെ സ്വരം നീ ഒന്ന് കേട്ടേ, ഈ വചനം ഒന്ന് സ്വീകരിച്ചേ. നിന്റെ ഭയം മാറിപ്പോകണം, നിന്റെ ആകുലത, ഉത്കണ്ഠ വിട്ടുപോകണം. ഈ വചനം നിന്റെ ജീവിതത്തെ നിന്നെ ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി, നിവർന്നു നിൽക്കുന്ന വ്യക്തിയായി, കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിലായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അനുഭവിക്കുവാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ഇടവരുത്തട്ടെ. ദാവീദിന്റെ പുത്രനായ യേശുവേ, കർത്താവേ, കരുണ കാണിക്കണമേ. പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ജീവിതത്തിന്റെ ഭയത്തില്, കർത്താവേ, ഉത്കണ്ഠയിൽ, ആകുലതയിൽപ്പെട്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ നിന്റെ അത്ഭുതകരമായ കരം നീട്ടണമേ. ദൈവമക്കളിലേക്ക് വന്നു കിടക്കുന്ന ഭയത്തിന്റെ, ഉത്കണ്ഠയുടെ, ആകുലതയുടെ സകല അന്ധകാര ദുരാത്മാക്കൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ, വിട്ടൊടിഞ്ഞു പോകട്ടെ, വിട്ടുവപ്പിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവപിതാവിന് ആരാധന, 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 ദൈവപിതാവിന് ആരാധന. ഹല്ലേലൂയ.